ഓ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രൂപ്പായിട്ട്, അതായത് അവസാനം ആ പുള്ളിക്കാരനാണ്. ഫസ്റ്റ് ഈ വണ്ടിക്കാരൻ പോവും, സെക്കൻഡ് സായിപ്പ് പോവും, മൂന്നാമത് ഈ ബൈക്കാരൻ പോവും, നാലാമതാണ് നമ്മൾ, അഞ്ചാമത് ആ പുള്ളിക്കാരൻ. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കട്ടെ, ക്യൂ ആയിട്ട്. അതാണ് ഫസ്റ്റ് വണ്ടി പോയി, അതാണ് സെക്കൻഡ് വണ്ടി പോയി. ഇനിയും അത് കഴിഞ്ഞ് ബൈക്ക് പോകണം. ബൈക്ക് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയാണ് പോകേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി കയറും കേട്ടോ. ഓ കാഴ്ച, ഇനി ഇവിടം വരെ വീഡിയോ ഉള്ളൂ. വീഡിയോ കഴിയാൻ വേണ്ടി പോവാണ്. അങ്ങോട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. സാധനം ക്യൂ നമ്മൾ ഓരോ വണ്ടികൾ ഇനി നമ്മുടെ വണ്ടി അടുപ്പിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചിന്തിക്കണ്ട. ഈ ഒരു ഇതിന് കണ്ടോ, അവിടെ ഒരു പിന്നെ യെല്ലോ ലൈൻ കണ്ടോ, യെല്ലോ, പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് ലൈൻ, അതിനപ്പുറത്തോട്ട് ചൈനയാണ്. അത് കഴിഞ്ഞ് 10 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് ഷൂട്ടിംഗ് ഉള്ളൂ. എൻ്റെ വണ്ടിയിലെ CCTV മുതലെല്ലാം ഞാൻ ഓഫാക്കി ഇട്ടേക്കുവാണ്. ഓൾ ക്യാമറ ഈസ് ഓഫ്. അയ്യാ ഗൈസ്, അങ്ങനെയാണ്. അപ്പം നമുക്ക് ഏതാനും നിമിഷങ്ങളിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ഇന്ന് ചൈനയ്ക്ക് കയറാൻ പോവാണ്. ഓ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ബോർഡറിലാണ്. നല്ല കാറ്റുണ്ട്. ഓ ഗൈസ് നോക്കൂ, ഈ നിൽക്കുന്ന സ്ഥലം, അതായത് ഇന്നലെ രാത്രിയാണ് വന്നത്, ഇപ്പോഴാണ് നമ്മൾ മൊത്തം കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പണ്ട് അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ കണ്ട അതേ ഒരു സ്ഥലം പോലെ കേട്ടോ. അതായത് അന്ന് അരുണാചൽ പ്രദേശിൽ ഇന്ത്യ ചൈന ബോർഡർ പ്ലേസിൽ പോയിരുന്നു, അന്ന് കണ്ട അതേപോലെ ഇരിക്കുന്നു അല്ലേ ലിപിയ? എനിക്കിതിനെ കുറിച്ച് ഒന്ന് കാണാൻ പറ്റുള്ളൂ. എന്നാ പറയണ്ടേ? നോക്കൂ കാണൂ ഈ പ്രപഞ്ചം പറന്നിടുന്നു പക്ഷികൾ. ഗൈസ് നോക്കൂ, ഇവർ വീട്ടിലുള്ള നേപ്പാളീസ് ആണ്. അപ്പോൾ ഇവർ പിന്നെ ട്രക്ക് ഡ്രൈവേഴ്സ് ആണ്. ഇവർ ചൈനയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ചൈന में इधर क्या आएगा, क्या आएगा? गाड़ी आएगा, ब्रांड हाँ, सामान आएगा, कुछ खाने के लिए आएगा, ज्यादा हाइड्रो पावर का सामान ज्यादा आएगा. अच्छा, सबसे ज्यादा हाइड्रो पावर का सामान. BYD के कार उधर आने പൂര ഇത് എന്തോരം BYD-യുടെ കാറാന്നറിയോ? ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഗൈസ്, ഞാൻ ഇതിനെ കുറിച്ച് MG कार आएगा, BYD आएगा, नेटा कार आएगा, सब EV वाला है ना, सब चाइना से आएगा अभी. अच्छा, ठीक है. इधर से कितना है ये वाला का? नेपाल 55 लाख, 55 ലക്ഷം രൂപ കേട്ടോ ഇതിന് നേപ്പാളിൽ. ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പോകുന്ന വഴിയുടെ തൊട്ടടുത്തായിട്ട് കിടക്കുന്നത്. അതായത് നമ്മൾ പാർക്ക് ചെയ്ത അതേ സെയിം സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന BYD-യുടെ ഇലക്ട്രിക്കൽ കാറുകൾ കിടക്കുന്നത്. ഇഷ്ടം പോലെയുണ്ട്. ഇവിടെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഇന്നലെ ഭക്ഷണം രാത്രി കഴിച്ച് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ടോയ്ലറ്റിൽ പോയതൊക്കെ ഈ കാണുന്ന ഹോട്ടലിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉറങ്ങിപ്പോയാലും നമുക്ക് വിളിക്കണ്ടേ. ഇന്ന് ഏറ്റവും ആദ്യം എണീറ്റ് ഞങ്ങളാണ്. വെളുപ്പിനെ 4 മണിക്ക് ഞങ്ങൾ എണീറ്റു. കുറച്ച് പരിപാടികൾ തീർക്കണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ തീർത്തു. അതിനുശേഷം ഞങ്ങൾ രാജാവിനെ പോലെ അവിടെ പോയിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അതുകൊണ്ട് തന്നെ എണീറ്റാട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. അത് തീർ സംഭവമായി പോയല്ലോ. നോക്കിയോടാ ഇവന് എന്ത് ഭംഗിയല്ലേ. ലുക്ക് കേട്ടോ ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, മഞ്ഞുകാലത്ത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകമായിട്ട് ഇവിടെ. അതായത് നമുക്ക് റോഡിന്റെ ഘടന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അത്രേ ഉള്ളൂ. അതുവരെയാണ് ചാടിയത്. ഇനി പറയാട്ടോ, അതായത് നമ്മുടെ വണ്ടിയിൽ ടിബറ്റ് ഫ്ലാഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരാൾക്ക് കൊടുത്തു. പിന്നെ കുറേ സാധനങ്ങൾ വണ്ടിയിൽ ഞാൻ കളഞ്ഞു. ഫോട്ടോ പാടില്ല, ഫോണിൽ പാടില്ല, ഒന്നും പാടില്ല. പിന്നെ കുറെ ഇവിടുന്ന് 10 കിലോമീറ്റർ ഫോട്ടോ വീഡിയോഗ്രാഫി നോട്ട് അലവുകൾ. ആ 10 കിലോമീറ്റർ ഫുള്ള് ഇവിടെ നേപ്പാളിന്റെ അതിർത്തി എടുക്കാം. നേപ്പാളിന്റെ അതിർത്തി അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ കാണാൻ ഒന്നും വിചാരിച്ചാക്കില്ല, അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ ഞങ്ങളെ പൊക്കി ഇവിടെ കാർനെറ്റ് ആവശ്യമില്ല. പിന്നെ ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗൈഡാണ് നമ്മളെ ഗൈഡ് ചെയ്യുക. ഒരു പെട്രോൾ കിട്ടണേലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടണേലോ എല്ലാം ഗൈഡ് വേണം. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓ ഗൈസ് നോക്കൂ, സോ എക്സൈറ്റ്മെൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇംഗ്ലീഷ് പറയുന്നുണ്ട്, ആരും വിചാരിച്ചാക്കരുത്. ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് അഹങ്കാരമാണ്. കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഇവന്മാർക്ക് അഹങ്കാരം തലയ്ക്ക് കയറിയാക്കാന്ന്. ഗൈസ് എന്ത് കണ്ടിട്ട് അഹങ്കരിക്കണ്ടേ? ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല. അതെ, ഞാനൊക്കെ ചാണേ. നമുക്ക് ഗൈസ് നോക്കൂ, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ഒരു തേങ്ങ അറിയത്തില്ല. പിന്നെ എന്നാ തേങ്ങ അഹങ്കരിക്കുന്നത്? ഗൈസ് ഇനി എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കണ്ടേ? മര്യാദയ്ക്ക് ഒന്ന് നടക്കാൻ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ
ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു ക്യാമ്പർ വാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് ചൈന വഴി യൂറോപ്പിന് പോവുകയാണ്. കുറേ ആൾക്കാർ ഈ റൂട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ക്യാമ്പർ ആദ്യമായിട്ടാണ് പോകുന്നത്. കേരളത്തിൽ നിന്നൊരു വണ്ടി കുറേ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത്. അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 1.5 മാസത്തെ പേപ്പർ വർക്കിനൊടുവിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാത്രം കാർനെറ്റിൽ എക്സിറ്റ് അടിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും കാർനെറ്റിൽ എക്സിറ്റ് അടിച്ചു. പിന്നെ അതേപോലെ തന്നെ പാസ്പോർട്ടിലും എക്സിറ്റ് അടിക്കാണ്ട് അതും ചെയ്യണം. ഓക്കെ നോക്കൂ. അപ്പോൾ രാജേഷ് ഭായ് ഞങ്ങളുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞാൽ ഇത് ദുബായ് വണ്ടിയാട്ടോ, ദുബായ് രജിസ്ട്രേഷനാണ് ഈ കാണുന്ന വണ്ടി. ഇവർ ജർമ്മനി വരാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവരിവിടെ പാർക്ക് ചെയ്തു, ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു, ഇവരിവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ 3 പേര് ഇവിടെയാണ് കിടന്നത്. ഏറ്റവും ലോങ് മറ്റേ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന ഞങ്ങൾ അമേരിക്ക. ഇവരും പിന്നെ അതേപോലെ തന്നെ ബൈക്കും ഉള്ള പുള്ളിക്കാരനും ഹോട്ടലിൽ സ്റ്റേ ചെയ്തു കേട്ടോ. ഓ സൂര്യൻ ഉദിച്ചു കേട്ടോ. ഞാൻ ഇതിനോട് പറഞ്ഞില്ല ഇവിടെ സൺസെറ്റ് ആണ്, പൊളിയായിരിക്കും ഇത്. ഞാൻ സൺസെറ്റ് വെച്ചിട്ട് ഇവനോട് പറഞ്ഞ സൺ ടി വി വെക്കാന്ന്. ഇപ്പൊ രണ്ടും ഒന്ന് തന്നെയല്ലേ, രണ്ടും സൂര്യൻ എത്ര പെട്ടെന്ന് ഉദിച്ചെന്ന് നോക്കിയേ. സമയം ഇപ്പൊ ഇവിടെ എത്ര മണിയാണെന്നറിയോ നിനക്ക്? എന്റെ അടുത്ത് വാച്ചില്ല കേട്ടോ, അല്ലെ ഞാൻ പറഞ്ഞു തന്നെ. ഇവിടെ സമയം വ്യത്യാസം കേട്ടോ. ചൈനീസ് ടൈം നമ്മുടെ ഇന്ത്യൻ സമയമായിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ വ്യത്യാസം. ചൈനീസ് സിമ്മുകളൊക്കെ കിട്ടി. ചൈനീസ് സിമ്മിന് 10 കിലോമീറ്റർ കഴിയാതെ ഇനി ഡോൺ നെറ്റ്വർക്ക്. നമ്മുടെ ഏജന്റ് ആണ് നമ്മുടെ നെറ്റ്വർക്ക് അല്ലേ. ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടാക്കണേ. നമുക്ക് കാർനെറ്റ് എക്സിറ്റ് അടിക്കാൻ നേരെ ഈ കാണുന്ന ഇവിടെയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ എക്സിറ്റ് അടിച്ചിട്ട് വരണം. അതിനുശേഷം ഇവരുടെ എമിഗ്രേഷൻ ഇവിടെയുള്ള അതും ചെയ്യണം കേട്ടോ. രണ്ടും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇനി ഞങ്ങൾ എല്ലാവരും വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. സോ മെനി വെയിറ്റിംഗ് ടൈം. എടാ അനദർ പ്ലേസ്. ഈ കാണുന്ന ഇവിടെയൊക്കെ ചൈനീസ് എഴുത്തുകളുണ്ട് കേട്ടോ BYD-യിൽ. ഇതിൻ്റെ ശരിക്കും പേര് പറഞ്ഞാൽ ബിൽഡ് യുവർ ഡ്രീം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കോപ്പി കേട്ടോ. എന്നെ ചെയ്യാൻ മൊത്തത്തിൽ പറയാൻ പറ്റും. നോക്കി അടിപൊളിയാണ് ഇതിൻ്റെ ഉൾവശം. എന്തൊരു രസം, എത്ര മനോഹരം. ഫോൺ വരെ കയ്യിൽ നിന്ന് തുറച്ചു പോവുക അത് പറയുമ്പോൾ. ഇതുണ്ടോ വലിയ സ്ക്രീനൊക്കെ കേട്ടോ. ഈ ടാറ്റ നെക്സോണൊക്കെ ഇതൊക്കെ പരീക്ഷിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞറിയാമോ. ഒരു 15 ഇഞ്ചുള്ള ഒരു സ്ക്രീൻ കൊടുക്കേണ്ട കേസുള്ളൂ. ഇത് തിരിയും മറിയും അങ്ങനെയൊക്കെ കുറേ സെറ്റപ്പാണ്. അതിലാണ് ഈ ആൾക്കാർ ആകൃഷ്ടനാകുന്നത് കേട്ടോ. ഇത് കണ്ടോ ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട്. തൊട്ടപ്പുറം കിടപ്പുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ലിപി അവിടെ വെള്ളം എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. നമ്മൾ പോകുന്ന വഴി കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും കേട്ടോ. ഈ കാണുന്ന വഴി കൂടിയാണ് 1 കിലോമീറ്റർ നമുക്ക് ചൈനീസ് ബോർഡറിലേക്ക് പോകേണ്ടത്. ഇത് കണ്ടോ ഇങ്ങോട്ടൊക്കെ ഫുള്ള് തല്ലിപ്പള്ളി റോഡ് കേട്ടോ. ഇനി വണ്ടി കൊണ്ട് 1 കിലോമീറ്റർ താഴെ പോകുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല, കാരണം അത്ര മോശം റോഡാണേ. അപ്പം അവിടെ പോയി ഇനിയിപ്പം എക്സിറ്റ് അടിക്കണം കേട്ടോ, അല്ലാതെ കാര്യങ്ങൾ നടക്കുകയില്ല. ഈ കാണുന്ന ഈ ഒരു ഭാഗമാണെന്നുള്ളതാണ് എൻ്റെ ലിപിൻ്റെ ബലമായ സംശയം. സൂര്യൻ എത്ര പെട്ടെന്ന് ഉദിച്ചു നോക്കിയേ. ഫൈനലി രാജേഷ് സാർ എത്തി. ഇതിനകത്ത് ഏറ്റവും നല്ല കിടിലൻ മനുഷ്യൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് ഒരു യൂത്തിനെ പോലെ നമ്മളോട് കോപ്പറേറ്റ് ആകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പുള്ളിക്കാരൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. മലയാളികൾ ഇഷ്ടംപോലെ പുള്ളിക്കാരൻ്റെ സ്റ്റാഫിലുണ്ട്. അപ്പൊ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് മലയാളികൾ. നോക്കൂ, അതായത് നമ്മൾ ഈ വണ്ടി ഇട്ടാക്കുന്നതിന്റെ തൊട്ട് താഴെ ഉണ്ടല്ലോ ഒരു കിടിലൻ പുഴയാട്ടോ ഒഴുകുന്നത്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാണ്ട് വന്ന കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ കൊണാരൻ വേറെ വിഷയങ്ങൾ പറഞ്ഞത് പോയി കേട്ടോ. അതായത് നിന്റെ അണ്ടി ഇനിയൊന്നും മിണ്ടുന്നില്ല. നീ ഇനിയും പറഞ്ഞു ഞാൻ പോയി കാർനെറ്റിൽ സ്റ്റാമ്പ് അടിച്ചിട്ടോ. രാജേഷ് സാർ ഞങ്ങൾ കൊടുത്ത് വരുന്നുണ്ട് കേട്ടോ. അടിച്ചു. ഓ ഗൈസ്, ഞങ്ങൾ രാവിലെ തന്നെ സ്പ്രേയും എല്ലാ സാധനവും അടിച്ചു കയറ്റിയല്ലേ. വായിന്ന് മൊഴിയാവുന്ന രാവിലെ ആയിട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. സ്റ്റാർട്ട് ആവുന്നത് അത് മിക്കവാറും ഉണ്ടാവൂല. എനിക്ക് തോന്നിയത് ഒന്നുമില്ല. അടുത്ത എക്സ്ട്രാ ഇതുണ്ടല്ലോ ബാറ്ററി. പോയി ഒരെണ്ണം ഇറങ്ങും ഉറപ്പല്ലേ. അടി. യെസ്, പറയിപ്പിച്ചില്ല. സാധാരണ നമ്മൾ പറയിപ്പിക്കുന്നതാണ് അല്ലേ. പേടിക്കില്ല. ഇവിടെ ഇത്രയും പേരുണ്ട് തള്ളാം അല്ലേ. ഇത്രയും പേരില് തള്ളത്തില്ലേ. രാജേഷ് സാർ വരുന്നുണ്ട് അല്ലേ. ഓ ഗായ്സ്, ആദ്യമായിട്ടൊരു നമ്മള് ഓഫീസർമാരെ കണ്ട് നമ്മളെ വന്ന് വിളിക്കാനോ. यही ऑफिसर से कल बात किया. अच्छा, ये अच्छा आदमी ना. अच्छा आदमी, ये सबका फटाफट करा दिया. यही बोला सुबह 8 बजे आओ, हम करके देगा बोल. എവരിഡേ 10 o'clock. അവിടെ ഒരു ലോറി വന്ന് ഒതുക്കിയാക്കുന്നുണ്ടോ. അതുകൊണ്ട് നമുക്കിനിയിപ്പം അവിടെ ഒതുക്കിയിട്ട് അവൻ കയറി വരണം കേട്ടോ. ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ വളരെ മോശം കേട്ടോ. ഞങ്ങൾ ഇതിനേക്കാളും കഷ്ടത്തിൽ റോഡിലായിരുന്നു രാത്രി വന്നത്. ചെറിയൊരു അബദ്ധം പറ്റിയതാ. മണ്ടത്തരമായി പോയി. ശരിക്കും വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇതുകൊണ്ടോടാ ഈ കാണുന്ന ഇവിടെയൊക്കെ ചൈനീസ് കമ്പനികളാട്ടോ. ഇവിടെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതൊക്കെ ആ കാണുന്ന ഡെവലപ്മെന്റ് ഒക്കെ നടത്തുന്ന ചൈന കമ്പനിയാണ്. ഇന്നലെ വരാൻ നേരത്തെ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിട്ടോ. ഈ കാണുന്ന ഇവിടെയാണ് നമുക്ക് കാർനെറ്റ് എക്സിറ്റ് അടിക്കേണ്ടത് കേട്ടോ. എന്തോരം ചൈനീസ് ട്രക്കുകളും എന്തോരം ചൈനീസ് വാനുകളും കിടക്കുന്ന അറിയാമോ. എല്ലാം നേപ്പാളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നാക്കുന്ന കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്ന ഇവിടെ ഫുൾ ഇതാട്ടോ. ഇതുണ്ടോ കിലോമീറ്ററുകൾ നീളത്തിലാണ് വണ്ടികൾ അട്ടി കിടക്കുന്നത്. അതിൻ്റെ എക്സിറ്റ് അടിക്കട്ടെ. നോക്കൂ, എന്തായാലും വളരെ ഭാഗ്യമുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ 2 പേർക്ക് ബ്ലോഗിങ്ങിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇറങ്ങി എടുക്കാം. അല്ലേ മുറുമുറുപ്പുണ്ടാവും കേട്ടോ. ലിപി കാർനെറ്റ് എടുക്കുകയാണ്. അതിന് ശേഷം വേണം പോയി എക്സിറ്റ് അടിക്കാം കേട്ടോ.
അപ്പോൾ ഒരു പോലീസുകാരനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ് അടിച്ച് നമുക്ക് പെട്ടെന്ന് പോകാം കേട്ടോ. നമ്മുടെ ടൈമും ബീജിങ് അതായത് ചൈനീസ് ടൈമുമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ 10:15 കേട്ടോ. ഓ 10:15 അല്ലേ അവിടെ? പിന്നെ പെട്ടെന്ന് എടുക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ കാറിനെറ്റ് പോയി എക്സിറ്റ് അടിക്കട്ടെ കേട്ടോ. അവിടെ ഇപ്പം 10:15. സമയം ഈസ് ടു മച്ച് ലേറ്റ്. ഇവിടെ അവിടെയായിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആയിട്ട് വണ്ടികളുടെ ക്യൂ തുടങ്ങി. നമുക്ക് ഫൈനലി എക്സിറ്റ് അടിച്ചു, പരിപാടി കഴിഞ്ഞു. രാജേഷ് സാറ് ഞങ്ങൾക്ക് വേണ്ടി കുറേ സംസാരിച്ചു. അങ്ങനെയാണ് സംഭവം നടന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ സമയം 10 മണിക്ക് 10 ബജേന ഇതൊക്കെ സോ മെനി റിക്വസ്റ്റിംഗ് ഈസ് ഓൾറെഡി കേരള പീപ്പിൾസ് വർക്കിംഗ്. ഐ നോ കേരള പീപ്പിൾ ഈസ് വെരി നോക്കൂ ഞങ്ങൾ നേരെ പോവാട്ടോ. സമയം പോയി അവിടുത്തെ നൗ ഈസ് ബീച്ചിങ് ടൈം ഈസ് 11 പോവാ. 11 മണിക്ക് അത് അടയ്ക്കൂലേ? നമുക്ക് അടുത്ത സമയം കുഴപ്പമില്ലല്ലോ, സമയമില്ലേ? ഞങ്ങൾ ഈ കാണുന്ന റോഡിൽ കൂടെ പോവാട്ടോ. അതായത് ചൈന ബോർഡർ വരെ ഉള്ളു ഈ പ്രശ്നം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളം മാറും കേട്ടോ. റോഡായി ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ലോകത്തിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഈ സെയിം ഈസ് ചൈനീസ് ബോർഡർ ക്രോസിംഗ് അനദർ വേൾഡ്. Completely different world. This is one world, that is another world. In video shooting, border exit in 10 kilometer pehle. No video shooting. Full CCTV scanning. Is carnet അടിച്ചു, പരിപാടി കഴിഞ്ഞു. ഗൈസ് നോക്കൂ, അതായത് കാർനെറ്റ് അടിച്ച് എല്ലാം കഴിഞ്ഞു, എക്സിറ്റ് അടിച്ചു. ഇനിയിപ്പം പാസ്പോർട്ട് എക്സിറ്റ് അടിക്കാൻ പോവാണ്. ഇനിയും പാസ്പോർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നേരെ ഞങ്ങൾ പോയിട്ട് ഇനി പാസ്പോർട്ട് എക്സിറ്റ് അടിക്കട്ടെ. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ സാധനല്ലേ സിംഗോ ട്രക്ക്, ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്ന കേട്ടോ. സത്യം കേട്ടോ, ചൈനീസ് ട്രക്ക്. 1 കിലോമീറ്റർ നമ്മൾ ഇനിയിപ്പം കയറാനുണ്ട് ചൈനയിലേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവിടെയാണ് നമുക്ക് എക്സിറ്റ് അടിച്ച് പോകേണ്ടത് കേട്ടോ. എനിക്കൊന്ന് ഈ 1 കിലോമീറ്റർ ഗ്യാപ്പിൽ ഒന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതായതുണ്ടല്ലോ, ഇവിടെ ഉള്ളവർക്ക്, ഈ ജില്ലയിലുള്ളവർക്ക് മാത്രം ചൈനയിൽ എൻട്രി കിട്ടും. അത് നമ്മൾ പോകുന്ന ടിബറ്റ് ഏരിയ മാത്രം. ബാക്കിയുള്ള ഒരാൾക്കും കിട്ടൂല. എന്ത് വേണം? വിസ വേണം കേട്ടോ. ഇതാടാ അടിച്ചിട്ട് വരാം കേട്ടോ. ഇവിടെ ചൈനീസിലും ഉണ്ട്, പിന്നെ നേപ്പാൾ ഭാഷയിലും ഉണ്ട്. ഈ കാണുന്നതാണ് സംഭവം. ഇവിടെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും പാസ്പോർട്ട് എക്സിറ്റ് അടിക്കേണ്ടത്. രാജേഷ് സാറിനും ഉണ്ട്. എന്നിട്ട് വേണം ഇവിടെ നമുക്ക് മേലോട്ട് കയറിപ്പോൾ. എനിക്കൊന്ന് ആ ഒരു ഭാഗം തോന്നുന്നു, ഈ ഒരു മലയുടെ ഭാഗമാണ് ഈ ഒരു സംഭവം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കുറേ നേരം ഞങ്ങൾ നിൽക്കുന്നു. അറൈവലിൽ ആളുണ്ട്, ഡിപ്പാർച്ചറിൽ ആളില്ല കേട്ടോ. എത്ര നേരം അറിയാമോ? ഞങ്ങൾ എവിടെയെങ്കിലും വെയിറ്റോ ലേറ്റോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഹിബിൻ്റെ കിളി മാറും കേട്ടോ. യെസ്, ഐ എം റെഡി നൗ. ഹീസ് കമ്മിങ്. So tension. Guys, നോക്കൂ, പാസ്പോർട്ടിൽ എക്സിറ്റ് കിട്ടി. Now I am talking Chinese guy. No, blah 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 blah. I don't know. Guys, ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് നേരെ ബോർഡറിലേക്ക് പോവാം. ബീച്ചിങ് ടൈം ഇച്ചിരി ഓവറായിട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. ഗൈസ്, എല്ലാവരും വണ്ടി എടുത്ത് തുടങ്ങി. ഇനിയിപ്പം രാജേഷ് ഭായിയുടെ വണ്ടി എടുക്കണം. എൻ്റെ വണ്ടി ഇതെവിടെ കിടപ്പുണ്ട്. പിന്നെ ഫോർച്യൂണർ ഇപ്പോൾ എടുക്കും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ബോർഡറിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ് വലിബി. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. മാതാവേ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം കുറേ റെസ്ട്രിക്ഷനും കുറേ സംഭവങ്ങളുള്ള രാജ്യമാണ്. അവർ പറഞ്ഞൊക്കെ ഞങ്ങൾ കളഞ്ഞു. എല്ലാം യെസ് ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു പേപ്പറും കൂടെ ഉണ്ട്. ആ പേപ്പറും കൂടെ ലിബിനൂടെ റെഡി ആക്കും കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ബാക്കിയൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ ബോർഡറിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യാം കേട്ടോ. എല്ലാവരും ഇവിടുന്ന് വണ്ടി എടുത്തു. ഞങ്ങൾ നേരെ ഇനിയിപ്പം ബോർഡറിലേക്ക് പോട്ടോ കേട്ടോ. ശരിക്കും നമ്മളെവിടെയാ? ഇത് ഈ കാണുന്ന ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇന്നലെ വണ്ടി ഇട്ടത്. ഇവിടുന്ന് വേണം നമുക്ക് വണ്ടി ഓടിച്ച് കയറാൻ വേണ്ടി. എല്ലാ എക്സിറ്റും കാർനെറ്റും എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററാണ് ചൈന ബോർഡർ. ആ 1 കിലോമീറ്റർ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലെ ലക്ഷ്യം. ഇപ്പം കാണാം കേട്ടോ മാർട്ടിനും മറ്റേ അവരൊക്കെ എങ്ങനെ വണ്ടി ഓടിക്കുന്നതെന്ന്. ചവിട്ടിപ്പറിച്ച് വിട്ടല്ലോടാ. ഇവിടെ എല്ലാവരും സ്പീഡ് വിട്ട ടൈം ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. ചൈനയിൽ ആള് വന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഈ ചോപ്പില്ലേ, ഇവർ 2 പേരും ചൈനക്കാരാട്ടോ. നമ്മുടെ ഏജന്റ് അല്ലല്ലോ? അല്ല, വേറെ ഏജന്റ് ഏജന്റ് തോന്നല്ലേ. ഞാൻ നേരത്തെ പോയിട്ട് ചൈനക്കാരുടെ അടുത്ത്. അതായത് നേപ്പാൾ സൈഡിൽ നമുക്ക് ഒരു നേപ്പാൾ ഗൈഡ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ചൈനീസ് സൈഡിൽ നമ്മളെ ചൈനീസ് ഏജന്റ് ഒന്ന് പിക്കപ്പ് ചെയ്തോളും. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വൈഡ് ഗൈസ്, ഈ കാണുന്ന വഴി കൂടിയാണ് ഞങ്ങൾ നേരെ പോകുന്നത്. ഇവിടെ നിന്നൊക്കെ ഏകദേശം ചൈനയുടെ ഒക്കെ പല പല ഭാഗങ്ങൾ കാണാം. പക്ഷെ ഇവിടെ ഒന്നും അല്ല കേട്ടോ. കാണുന്നേ ഇല്ലല്ലോ. അവര് വെച്ചടിച്ചതിനെ അവര് ബോർഡറിൽ കാണും. നമ്മളില്ലാതെ അവര് പോകൂലല്ലോ. ഗൈസ്, അവസാനം നമുക്ക് ഒരാളെ കിട്ടിയല്ലേ ഇവനെ. എല്ലാം ഈ കാണുന്നതാണ് ചൈനീസ് ബോർഡർ. ആ കാണുന്ന 5 സ്റ്റാർ ഹോട്ടൽ പോലെ നിൽക്കുന്നതാണ് ചൈനീസ് ബോർഡർ. നമ്മളിപ്പോ ഈ കണ്ട പോലത്തെ റോഡുകളോ സംഭവം ഒന്നും ആയിരിക്കില്ല നമ്മൾ ഇനിയിപ്പം
ചൈനയിലേക്ക് ചെല്ലാൻ അവിടുത്തെ കസ്റ്റംസ് ഓഫീസർ അങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് എൻ്റയർലി ഡിഫറെൻറ്റ്, എൻ്റയർലി വേറെ ലോകമായിരിക്കും. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇനി ഷൂട്ടിംഗ് നടക്കുള്ളൂ. കുറേ സംഭവങ്ങളുണ്ട്, എല്ലാം ചെന്ന് അനുഭവിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇവനെ ഏജന്റ് എന്താണ് പറയുന്നത് അത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാല് ഫുള്ള് കൺട്രോൾ അവരുടെ അടുത്താണ് അല്ലേ. ഇനിയിപ്പം ഈ 18 ദിവസം നമ്മൾ ഇവര് നിരീക്ഷിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നോക്കി എന്തോരം കാറുകൾ അവനെ ഇവിടെ കിടക്കുന്ന, ചൈനീസ് കാറുകള് കസ്റ്റമർ ക്ലിയറൻസിന് വേണ്ടി. ഇവിടെ ചെക്കിംഗ് ഉണ്ട്, ഇവിടെ ചെക്കിംഗ് ഉണ്ട്. ഇവിടെ വിസ കാണിക്കണം കേട്ടോ. അവിടെ വിസ മറ്റു സാധനം എടുക്കണം, ചൈനീസ് വിസയും പാസ്പോർട്ട് സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചേരെ. നമ്മൾ ഗ്രൂപ്പാണല്ലോ. നേപ്പാളിന്റെ ലാസ്റ്റ് ചെക്കിങ് കേട്ടോ. ഈ കാണുന്ന ഇതാണ് പിന്നെ ഇവിടുത്തെ ഒരു ഡാമാട്ടോ. ഇതുണ്ടോ, ഇതാണ് ചൈനീസ് നമ്മുടെ എൻട്രി ചെയ്യേണ്ട സ്ഥലം കേട്ടോ. അതായത് ചൈന എൻട്രി ചെയ്യേണ്ട അവരുടെ കസ്റ്റംസ് എമിഗ്രേഷനൊക്കെ നിൽക്കുന്ന അവിടെയാണ്. ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പം യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേപ്പാളിലെ ലാസ്റ്റ് ഇതാട്ടോ, അതായത് ചെക്കിങ്, ലാസ്റ്റ് എൻട്രി, എമിഗ്രേഷനൊക്കെയാണ് ഇപ്പം നടക്കാൻ വേണ്ടി പോകുന്നത്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നേപ്പാളിൻ്റെ ഭാഗത്തെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ 1, 2, 3, 4 വണ്ടികൾ ഇപ്പം കിടന്നു. ബൈക്കും കൂടെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഓരോ വണ്ടിയായിട്ട് കയറി പോകും കേട്ടോ. ചൈനയിൽ CCTV ഒന്നും സമ്മതിക്കില്ല, അതുകൊണ്ട് എല്ലാം ഞങ്ങൾ ഓഫാക്കി കേട്ടോ. ഇതൊക്കെ ഓൾറെഡി ഞാൻ ഓഫാക്കി. ക്യാമറകളൊന്നും അവിടെ സമ്മതിക്കില്ല, അതുകൊണ്ട് പിന്നെ അത് ഇടുന്നത് വലയാട്ടോ. ലിവിൻ വരുവാണ്, ഞങ്ങൾക്ക് എൻട്രി കിട്ടി. ഞങ്ങളുടെ വണ്ടി ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. നേപ്പാളിൻ്റെ ലാസ്റ്റ് ചെക്കിംഗ് ആണ്. ഇനി ചൈന കേട്ടോ. ഇനി അവിടെ ഒരു കസ്റ്റംസിൻ്റെ ചെക്കിംഗ് കൂടെ ഉണ്ട്. ഇത് ആർമി ചെക്കിംഗ് ആണ്. ഇനി കസ്റ്റംസിൻ്റെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ലിപിപ്പം വരുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത്. തുറന്നാടാ എന്നാ ലിവിനെ ലൈസൻസ് അതും വേണോ? കൊടുക്കാതെ കുറെ നോക്കിയതാ, വട്ടം ഒട്ടിച്ച് നടക്കൂല. എന്നാ പറയുന്നത്? നമ്മുടെ കൂടുതലുള്ളവരെല്ലാം കൊടുത്തു, അതാണ് പ്രശ്നം പറ്റിയത്. ഈ ഭാഗങ്ങളിൽ മൊത്തം ചൈനീസ് കാറുകൾ കൊണ്ടിട്ടാ കിട്ടുന്നുണ്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാണാം. ലിപി വന്ന് മുട്ടു കേട്ടോ. തുറക്കട്ടെ എന്നാ പറഞ്ഞെന്നുള്ള ഇപ്പൊ അറിയാം. എന്തായാലും പറഞ്ഞോടാ. ആ പുള്ളിക്കാരനെ ഒന്നും അറിയില്ല. ഇവനെ ബംഗ്ലാദേശിന്റെ മറ്റേ വിസ എടുത്തിട്ട് പാസ്പോർട്ടിന്റെ നമ്പറെല്ലാം എടുത്തിരുന്നു. ദൈവമേ, എക്സിറ്റ് എൻട്രിയും കിട്ടേണ്ട പിന്നെ വിഷയമില്ല കേട്ടോ. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് വാഹനം ഓടിക്കുകയാണ്. വഴികൾ വളരെ കൺജസ്റ്റ് കേട്ടോ. എല്ലാവരും പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ലോകമാണ്. ഇത് എന്താന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ് ക്യൂരിയോസിറ്റി കയറ്റി വെച്ചേക്കൊന്നെ. ഇതിലെ നമ്മൾ കൊണ്ടുപോകണം, അതാണ് നമ്മുടെ കഴിവ്. കയറ്റുക എന്നുള്ള കഴിവ്, കയറുക ഇല്ല എന്നുള്ളതല്ല. മനസ്സിലായി നിനക്ക് അല്ലേ? വണ്ടികൾ ഒരുമിച്ചാട്ടോ പാസ്സാക്കി വിടുക ആയിരിക്കും. അത് അവിടെ നിറച്ചും പിന്നെ കസ്റ്റംസ് ചെക്കിങ്, പോലീസ് ചെക്കിങ് ഇനിയും ഉണ്ടോ അവിടെ. കഴിഞ്ഞത് ആർമി ചെക്കിങ്ങാ. ഇപ്പൊ ഇവിടെ ഫ്രണ്ടിലുള്ളത് പോലീസ് ആട്ടോ. വെള്ളം ഉണ്ടോ നോക്കണേ, എന്താ മാറ്റി നിർത്താം, കുഴപ്പമില്ല. ഗൈസ് ഇനിയും ഉണ്ട് കേട്ടോ കടമ്പകള്. ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല കേട്ടോ. ലിപി ഇതേ പോകുന്നു എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. എൻട്രി ആണോ എക്സിറ്റ് ആണോ എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. എൻട്രി ആട്ടോ, അല്ല എക്സിറ്റ് എൻട്രി ഇതിൽ രണ്ടിൽ ഏതൊന്നാട്ടോ. അതിലത് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഏതാണ്ട് 2 വണ്ടി ഫ്രണ്ടിൽ പോയി. സായിപ്പിൻ്റെ വണ്ടിയും പോയി, പിന്നെ സായിപ്പിൻ്റെ വണ്ടിയും പോയി, പിന്നെ അതേപോലെ തന്നെ രാജേഷ് ഭയ്യയുടെ വണ്ടിയും പോയി. ഇനിയിപ്പം ഞങ്ങളുടെ 3 വണ്ടിയും കൂടെ ഉള്ളു കേട്ടോ. ഞങ്ങൾ ഇത്രയും ബോർഡർ കിടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ, അല്ലേ ഫുൾ ടൈറ്റ് ആണല്ലോ ഇവനെ. ഫുൾ ടൈറ്റ് കേട്ടോ. എനിക്കൊന്ന് അമേരിക്കയുടെ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ ലിവിനെ? അതെ, അമേരിക്കയുടെയും ചൈനയുടെ ഒക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അല്ലേ ഇത്? നെക്സ്റ്റ് അല്ല, ഇത് ഒരേപോലെ ഇരിക്കുന്ന പല കമ്പനികളുടെ വണ്ടിയാണ്. ഇതുണ്ടോ എല്ലാം EV ആണ് കേട്ടോ. ലിവിനെ ഇന്ന് ഇറങ്ങുന്ന കമ്പനി ആയിരിക്കില്ല നാളെ ഇറങ്ങുന്നത്, അതാണ് കാര്യം. എവിടെ ഇത് കൂട്ടില്ലേ കൊറേ അപ്പുറം പണിയുന്നുണ്ട് പുതിയത്. ഇതുണ്ടോ ചൈനയിൽ നിന്ന് ഇറങ്ങി കിടക്കുന്ന കേട്ടോ. മൊത്തം എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങും. എവിടെ എന്നോട് അവര് പറഞ്ഞു അവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞെന്നാ പറഞ്ഞത്. പിന്നെ ചൈനയുടെ ഭാഗമാണ്, പിന്നെ അവിടുത്തെ റൂൾ ആയിരിക്കും, പിന്നെ അവിടുത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇവിടെ യാതൊരു കുഴപ്പമില്ലെന്ന് അവർ പറയുന്നത്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ലേറ്റ് ആയെന്ന് പറഞ്ഞ പരമാവധി പായുമല്ലേ ഇവരെ. കസ്റ്റംസിന്റെ പുതിയ ഇത് പണിയുന്നുണ്ട് തോന്നുന്നു കേട്ടോ. നമ്മൾ ഏകദേശം നേപ്പാൾ ബോർഡർ അടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ചൈനീസ് ബോർഡറിലേക്കാണ് കയറേണ്ടത്. എനിക്ക് തോന്നുന്നത് ഒരു ചെക്കിങ്ങും കൂടെ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഗ്രൂപ്പിൽ പോകാൻ നേരത്ത് ഫ്രണ്ടിൽ പോകേണ്ടത് മറ്റേ മിസ്റ്റർ രാജേഷ്, ഏറ്റവും ബേക്കിൽ കാണുന്ന ജോഷി, ഇതിന്റെ ഒക്കെ നടുക്കാണ് ബാക്കി എല്ലാവരും. നമ്മള് സെക്കൻഡ് ലാസ്റ്റാ. നമുക്കത് കാരണം ഒന്നും കാണിക്കണ്ട, അവര് കാണിക്കണം. ലാസ്റ്റും ഫ്രണ്ടിലുള്ള ആൾക്കാരാണ് എല്ലാ കാര്യം കാണിക്കേണ്ടത്. നമ്മൾ പാസ്പോർട്ട് ചോദിച്ചാൽ മാത്രം കാണിക്കുക അല്ലേ. വെയിറ്റും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടാണല്ലോ ഇതിനെ ഇവിടുന്ന് നമ്മുടെ വണ്ടി പോവോ? കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള സ്ഥലത്ത് മാത്രം കേട്ടോ സ്ഥലമുള്ള, ബാക്കി എല്ലായിടത്തും ലോറി സ്ഥലത്തല്ല, കറക്റ്റ് ഒരു വണ്ടി പോകുന്ന സ്ഥലമേ ഓടി ഉള്ളൂ. അതെ, അതിന്റെ ഞാൻ ഉച്ചാരണം ഉദ്ദേശിച്ചേ, ശേഷം ഉച്ചാരണം മാറിപ്പോയെന്നേ ഉള്ളൂ. എന്നാ കൺജസ്റ്റഡ് ഏരിയ. ഇതെന്താ ഇവിടെ ഇങ്ങനെ നമ്മളെ പോലെയുള്ള വണ്ടീനെ പെട്ടെന്ന് കിടത്തി വിടുന്നുണ്ടല്ലേ ഇവനെ. ലോറികൾ മാത്രമേ പിടിച്ചിരുന്നത്, ചൈനയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ചുമന്നുകൊണ്ട്. എബിനെ വലിയ വിഷയങ്ങളില്ലെന്ന് തോന്നുന്നു. എബിനെ കുറച്ച് ഇതിന്റെ ഉള്ളിലോട്ട് ചൈന 5 സ്റ്റാർ ഹോട്ടൽ നോക്കി. എന്റെ പൊന്നെ, മൊത്തം സോളാറാ കേട്ടോ. കണ്ടോ
മൊത്തം സോളാറിലാ. എന്റെ പൊന്നോ, ഇത് എന്തെന്നാ 5 സ്റ്റാർ ഹോട്ടലോ? ഇനി സൈഡും ഇത് നേപ്പാൾ സൈഡും. ഇനിയില്ലേ നമുക്ക് വീഡിയോയും കാര്യങ്ങളും ഏകദേശം 10 കിലോമീറ്റർ എടുക്കാൻ പറ്റില്ല. ഇതാണ് ചൈന ബോർഡർ അല്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചൈനീസ് ബോർഡർ എത്തും കേട്ടോ. എല്ലാവരുടെയും വണ്ടി ഇവിടെ നിർത്തി കേട്ടോ. ഇത് കാണുന്നതാണ് ചൈന. ഇനിയിപ്പോൾ എന്നെ വിസ സബ്മിഷനോ അങ്ങനെയുള്ള എന്തോ പരിപാടിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മാർട്ടിനെ ഇവിടെ നിർത്തി. ഇതാണ് ചൈന കേട്ടോ. ഈ കാണുന്ന ബോർഡറാണ് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. എൻ്റെ പൊന്നെ, എന്നെ ഫെസിലിറ്റിയാന്ന് നോക്കി. ബമ്പൻ സംഭവം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളം മാറി കേട്ടോ. ഫുള്ള് സോളാർ ടെക്നോളജിയാണ്. ഫുള്ള് ആദ്യം രാജേഷ് ഭായി, അതിനുശേഷം ഇങ്ങനെ വാല കേട്ടോ. ഗ്രൂപ്പ് മൊത്തത്തിൽ നിൽക്കാൻ. ഇതെന്താണാവോ, ഫുള്ള് എഴുതി കൊടുക്കുക കേട്ടോ. എന്താ സംഭവം നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഇപ്പോൾ ഓരോ വണ്ടിയായിട്ട് ഇപ്പം കയറ്റി വിടും കേട്ടോ. ഇത് അവിടെ ഫുള്ള് സ്കാനിങ് കേട്ടോ. എല്ലാ കാര്യങ്ങളും സ്കാനിങ് ആണ്. ഫുള്ള് ചൈനീസ് പോലീസ്, ചൈനീസ് മിലിറ്ററി, അങ്ങനെയുള്ള അവരുടെ കൺട്രോളിലാണ്. വേറെ ലെവലല്ലേ. എന്ത് ഇവനെ ഇത്രയും വലിയ മലയില ഇത്രയും വലിയ ബിൽഡിംഗ് പണിത് വെച്ചു? इंडिया कौन सी जगह? केरला. यूरोप जाएगा. यूरोप जाएगा. आप ब्लॉगर बनाते हो? हाँ, ब्लॉगिंग. वेरी एक्साइटमेंट जाने के लिए. ठीक है, बनाइए. ये सर इधर गाड़ी 1 मिनट रुकने के लिए, एक वीडियो डालने के लिए प्रॉब्लम है ना? नहीं है ना? अभी ये गाड़ी लेकर जाएंगे कि ये गाड़ी लेकर जाएंगे कि कैसे? ये दूसरा गाड़ी, पीछे वाला गाड़ी है ना? पीछे वाला. हाँ, मेरा गाड़ी. हाँ, तो ये सब लेकर जाएंगे. हाँ, എല്ലാവർക്കും പെർമിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ വിഷയമില്ല. എല്ലാവർക്കും അത്ഭുതം കേട്ടോ. तेलुगु बोलते हैं ना? ഇല്ല, മലയാളം. मलयालम. ആ, എൻ്റെ പൊന്നെ, ആൾക്കാരെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്ന വളരെ വ്യത്യാസം കേട്ടോ. ഇത് ഇവിടെ ചൈനീസ് ആംബുലൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ പേപ്പർ വർക്ക് നടത്തിട്ട് കേട്ടോ. എല്ലാ സാധനം ചോദിക്കുന്ന എടുത്ത് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഇമിഗ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇനിയും വീഡിയോ എടുക്കൽ നടക്കൂല കേട്ടോ. അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. 10 കിലോമീറ്റർ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി ചെയ്ത് തീർക്കട്ടെ. പിന്നെ ലാസ്റ്റ് എൻട്രി നിന്റെ ഇത് കൊടുത്തിട്ടുണ്ടോ? പാസ്പോർട്ട് അതെല്ലാം ഞാൻ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി, സോ ഹാപ്പി. രാജേഷ് ഭയ്യ ഓൾറെഡി ഹാപ്പി. മാർട്ടിൻ സാർ ഈസ് ഓൾറെഡി ടെൻഷൻ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പരിപാടിയുള്ള പുള്ളിക്കാരനാണ്. ഓ, പപ്പു നെയ് ആയേഗാ. അച്ഛാ, പപ്പു വൈകി വരുന്നു. ഇവിടെ എല്ലാം ക്യാമറകളാണ് കേട്ടോ. ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചു, അതായത് ഞാൻ അവിടെ ഇട്ടൊരു വീഡിയോ എടുത്തോട്ടെ, എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഓക്കെ നോക്കൂ. അതായത് ഇപ്പം ഇവിടെ ഒരു ഏജൻ്റ് ഉണ്ട്. ഇനി ഇത് കൂടാതെ ചൈനയിൽ നമുക്കൊരു ഏജൻ്റ് ഉണ്ട്. ആ ചൈനീസ് ഏജൻ്റാണ് ഇനി നമ്മളെ പിക്ക് ചെയ്യുന്നത്. ഈ ബോർഡറിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യും കേട്ടോ ചൈനീസ് ഏജൻറ്റ്. അതിന് ശേഷം നമ്മൾ ചൈനീസ് ഏജൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. ഗൈസ് നോക്കൂ, ലിബി ഉണ്ടല്ലോ കാർനെറ്റ് എടുക്കാൻ വേണ്ടി. ലിബിനെ മാറിക്കൊടുക്കടാ, വണ്ടി നോക്കടാ. വണ്ടിയല്ല, വണ്ടി. നോ ടെൻഷൻ. വണ്ടി മീൻസ് ദൂസരായി. ഗൈസ് നോക്കൂ, അതായത് വണ്ടി മാറിക്കൊടുക്കാനുണ്ടോ ഞാൻ പറഞ്ഞു. പുള്ളി തെറ്റിദ്ധരിച്ചു. ഇച്ചിരി ക്യാമറയുടെ മാനിയുള്ള ആളാട്ടോ. അപ്പോൾ പുള്ളി അവിടെ വന്ന് നിൽക്കുകയാണ്. ലിബിന് ആ കാർനെറ്റ് എടുക്കുവാണ്. അതിന് ശേഷം വേണം നമുക്കത് പിന്നെ ഇവിടെ കാണിക്കാൻ വേണ്ടി. അതോട് പരിപാടി കഴിഞ്ഞു. എല്ലാവരും ഫോട്ടോ വീഡിയോ അതൊക്കെ എടുത്തോണ്ടിരിക്കും കേട്ടോ. ആ നടുക്ക് വരെ വീഡിയോയും ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ലോക്ക് ചെയ്തായിരുന്നോ? സെൻറ്റർ വരെ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അവർ കൊടുക്കണേ എത്രയും പെട്ടെന്ന്. യാ സാർ, ഹായ്. നൈസ്. നൗ ഇൻ ചൈന എൻട്രി. യാ നൈസ്. നോക്കൂ, കാർനെറ്റിൻ്റെ പേപ്പർ സംഭവം കൊടുക്കട്ടെ. എല്ലാവരും ആകെ സന്തോഷത്തിലാണ്. ഇത്രയും ദിവസം അങ്ങനെയൊന്നും അല്ലായിരുന്നു. മാർട്ടിൻ സാർ ഹായ്. ഗൈസ് നോക്കൂ, കൊടുത്തോ? എല്ലാ സാധനം അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് അല്ലേ, അപ്പൊ എല്ലാം അവരുടെ അടുത്ത് കൊടുത്താൽ മതി. അപ്പൊ അവര് എല്ലാം റെഡിയാക്കി തന്നോളൂ അല്ലേ. ഇതുണ്ടോ? ഇതെനിക്കൊന്ന് ലോഡ് കയറിപ്പോ. ഇത് എന്നെ ലോഡാടാ? അല്ല, കാലിയാ സാധനം വരുന്ന കേട്ടോ. പരിപാടിയും കഴിഞ്ഞ് പിന്നെ പാസ്പോർട്ട് ഇട്ട് കാർനെറ്റ്. താങ്ക് യു. ഏ മേരായന ഒപ്പിടാത്ത ഞങ്ങളുടെ യെസ് മേരായ. गाड़ी नंबर है ना अंदर? ये मेरा है. सॉरी, वो मेरा है. ये मेरा है. ये स्टैम्पलर में. स्वानंद जोशी मेरा है. मैं इबिन वर्गीस का. മാറിപ്പോയി കേട്ടോ. ശ്രദ്ധിക്കണം, മാറിപ്പോയില്ലല്ലോ കേട്ടോ. ഇനിയിപ്പോൾ കയറുവാന്ന് തോന്നുന്നു കേട്ടോ. അല്ല, നമ്മുടെ പേപ്പർ കൊടുത്തില്ല, അവർക്കാ ലാഭം. അതിനാ അവരുടെ 10 പേപ്പർ. നമ്മുടെ 25 പേജാ. നമ്മുടെ വണ്ടി നമ്പർ. ആർ യു എക്സൈറ്റ്മെന്റ് നൗ ഇൻ ദിസ് ടൈം? ഇത് പൂസാന്ന് തോന്നുന്നു. യാ യെസ്. ഓക്കെ നൈസ്. നോക്കൂ, യാ ഗൈസ്, ഇപ്പൊ ഫുള്ള് വണ്ടി ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാണ്. അതിനുശേഷം
നമ്മുടെ വണ്ടിയും ഫുള്ള് ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ കയറ്റിവിടും. എല്ലാ വണ്ടികളും ചെക്കിങ് ആണോ? നമ്മുടെ വണ്ടിയും ചെക്ക് ചെയ്യണ്ടേ? അല്ലേ? നമ്മുടെ വണ്ടി ഏറ്റവും അവസാനം ആയതുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം ചിരിച്ച് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. സത്യം കേട്ടോ, കുറെ സൈസ് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിന്റെ എക്സ്പ്ലോഷർ ഇച്ചിരി കുറച്ചാട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇവിടെ ചൈനീസ് ഫ്ലാഗ് ഉണ്ട് കേട്ടോ. അതെ, ഈ കാണുന്ന ഇവിടെ ചൈനീസ് ഫ്ലാഗും സംഭവങ്ങളൊക്കെ ഫ്ലാഗ് ചെയ്യുന്നുണ്ട്, ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഇത് കടക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഫോട്ടോ എടുപ്പും സംഭവങ്ങളൊക്കെയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അവിടെ ബിൽഡിംഗ് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യാൻ തുറന്നു കൊടുക്കും. അവിടെ ഒരു ബിൽഡിംഗിൽ പണി എടുക്കുന്ന അറിയുന്ന പോലെ ഉണ്ടോ എന്ന് നോക്കി. गाड़ी चेक करने के लिए मैं दिएगा, നോ ടെൻഷൻ. ഗൈസ്, വണ്ടി തുറന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. ലിബി അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പോൾ വണ്ടി തുറന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, എന്നിട്ട് അതിനെ കയറ്റി വിടുള്ളൂ. യെസ്, പിന്നെ എല്ലാം ബേക്കിലേക്ക് വെക്കണേ. പുള്ളിക്കാരൻ ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ, എന്തൊക്കെയുണ്ട്. എടാ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, പിന്നെ മിസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഫുള്ള് നോക്കി അപ്പുറം ആളുണ്ടേ, എല്ലാവരും ചെക്ക് ചെയ്യണം. പപ്പു ഭായ് ആവോ, പപ്പു ആവോ, മേരൊക്കെ കാമേ ജൽദി ആവോ. ഞാൻ വണ്ടി ബ്രിഡ്ജിൽ കയറ്റട്ടെ, അവിടെ നിന്നൊരു വീഡിയോ കീച്ചണം, എന്നിട്ട് വേണം ബാക്കി പരിപാടി. ലിവിനെ ഞാൻ ചോദിച്ചു, അവിടെ വരെ കയറ്റിക്കോളാൻ പറഞ്ഞു. ആ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പം എടുത്തിട്ട് തുറന്നു. ആ, ഓ ഗായ്സ്, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി ചൈനയിലോട്ട് കയറി കേട്ടോ. അസൈൻമെന്റ് എന്ന് വെച്ചാൽ മാറി അസൈൻമെന്റ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിന്റെ പകുതി നേപ്പാളിന്റെയും പകുതി ചൈനയുടെയും കേട്ടോ ബോർഡർ. അന്നപ്പം നമ്മളോട് ഇവിടെ കൊണ്ട വണ്ടി വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടുത്തെ സാറുമാരൊക്കെ നല്ല അടിപൊളി സാറുമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ നടത്തി തരാം. ഓ ഗായ്സ്, ഞങ്ങളങ്ങനെ ചൈനയുടെ ഏകദേശം പകുതിയോളം കേട്ടോ കയറി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ ഗേറ്റ് ഉണ്ടോ, അത് ചൈനയും ഇത് നേപ്പാളും അല്ലേ എബിനെ? ആ ഗേറ്റ് ചൈന, ഈ ഗേറ്റ് നേപ്പാൾ അല്ലേ? ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിട്ട് ഇവിടെ വരെ ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തു. നേപ്പാൾ സൈഡിൽ നല്ല നമുക്ക് സഹകരണം കേട്ടോ, നല്ല മനുഷ്യരാണ് ഇവർ. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഈ ഒരു ഇതിന് കണ്ടോ, അവിടെ ഒരു പിന്നെ യെല്ലോ ലൈൻ കണ്ടോ, യെല്ലോ, പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് ലൈൻ, അതിനപ്പുറത്തോട്ട് ചൈനയാണ്. അത് കഴിഞ്ഞ് 10 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് ഷൂട്ടിംഗ് ഉള്ളൂ. എൻ്റെ വണ്ടിയിലെ CCTV മുതലെല്ലാം ഞാൻ ഓഫാക്കി ഇട്ടേക്കുവാണ്. ഓൾ ക്യാമറ ഈസ് ഓഫ്. അയ്യാ ഗൈസ്, അങ്ങനെയാണ്. അപ്പം നമുക്ക് ഏതാനും നിമിഷങ്ങളിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഞങ്ങളിപ്പം വെയിറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഇൻഫർമേഷന് വേണ്ടിയാണ്. ഇവിടെ ഇൻഫർമേഷൻ കിട്ടും വണ്ടി എൻട്രി ചെയ്യിക്കാനുള്ള. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം. അവിടുന്ന് എൻട്രി കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് സ്പീഡ് അടുത്ത് നമ്മൾ 18 ദിവസം ഇനി അവിടെ ആയിരിക്കും, ചൈനയിലായിരിക്കും. 20-something ദിവസം ഞാൻ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ 18 ദിവസമാണ് എല്ലാവർക്കും വിസയുടെ ഒക്കെ ഒരു ഇത് കാരണം 18 ദിവസം വരെയാണ് നിൽക്കാൻ സാധ്യത. നമ്മുടെ വണ്ടി ഇവിടെ ഫുൾ ആൾക്കാർ ഇതേപോലെ നോക്കി നിൽക്കും കേട്ടോ. എല്ലാ സമയത്തും ഇതേപോലെ പോലീസുകാർ ആൾക്കാരൊക്കെ നോക്കും. 2-3 കാര്യം പറയാം. ആദ്യത്തെ കാര്യം, ഇനി 10 കിലോമീറ്റർ കഴിഞ്ഞാണ് വീഡിയോ. നമുക്ക് അവിടെ ചെന്ന് ചൈനീസ് സിം എടുക്കാണ്ട് പിന്നെ WeChat ഡൗൺലോഡ് ചെയ്യണം. അതൊന്നും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കിട്ടുന്ന സംഭവമല്ല, ഇനി അവിടെ നിന്ന് കിട്ടുള്ളൂ. അവിടുത്തെ സിം ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ അലിപേ, പിന്നെ അതുപോലെ അവിടുത്തെ മാപ്പ്, പിന്നെ അങ്ങനെ നമ്മുടെ രാജ്യത്തെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി അതിനുള്ള സാധനമുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഇനി അവിടെ ചെല്ലുന്നത് ഇതിൻ്റെ 10 ഇരട്ടിയുള്ള ചെക്കിംഗ് ആണ്. ആ ചെക്കിങ് പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി കിട്ടുള്ളൂ. അവിടെ നമ്മളെ നോക്കി ചൈനീസ് ഗൈഡ്, അതായത് ചൈനീസ് ഏജൻറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ട് കയറാൻ പറ്റും. നമ്മൾ ഈ നമ്മുടെ USA ചേട്ടായി ചെയ്തിരിക്കുന്നത് ചൈനീസ് ഏജൻറ്റിനെ പിന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ്. അവർ മുഖേനയാണ് നേപ്പാളിൽ ഇത് ചെയ്ത്. എങ്ങനെയാണ് നമ്മൾ കയറിപ്പോകുന്നത്, എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാം എനിക്കൊരു പിടുത്തമില്ല. ചിലർ പറയുന്നത് അവിടെ നമുക്ക് ടിബറ്റിൽ ഹോട്ടൽ എടുക്കാൻ വണ്ടി കിടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ചിലർ പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് ഹോട്ടൽ എടുക്കണമെന്ന് പറഞ്ഞു. എല്ലാം അവിടെ ചെന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വലിയ തണുപ്പൊന്നുമില്ല, അത്യാവശ്യം നല്ല ചൂടും വാമൊക്കെ ഉള്ള ടൈമാണ്. പുള്ളിക്കാരൻ എല്ലാവരും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. നല്ല രസം, മൊത്തം കോമഡിയാണ്. നമ്മുടെ ഈ ഇന്ത്യ നേപ്പാൾ നല്ല ക്ലോസ്. നമ്മൾ എവിടെ അവിടുത്തെ റക്സൽ ബോർഡറൊക്കെ ആണോ അതേപോലെ തന്നെയാണ് ഇവിടെ. പക്ഷെ അങ്ങോട്ടുള്ളത് നമുക്ക് വ്യക്തതയില്ല എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടല്ലേ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്യും. നമ്മുടെ വണ്ടി കയറ്റി വിടുന്ന കാര്യം അവിടെ സംസാരിക്കാൻ വേണ്ടി ഓഫീസർ പോയേക്കുന്നതാണ്. അടുത്ത ടൈമിൽ അവിടെ നമ്മുടെ ഏജൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് വിളിക്കുന്നത് ബ്രീഫിംഗ് ഉണ്ട് കേട്ടോ, ബ്രീഫിംഗ്. अभी ना हम जो अपना वीसा का जो ऑर्डर है ना, उसके हिसाब से जाएंगे. फर्स्ट राजेश साहब, उसके बाद कौन है? सेकंड मार्टिन, थर्ड टू 4 5. हाँ, तो अपन जैसा ऑर्डर यानी वीसा में वैसे हाँ अभी निकलेंगे. बात हो गया, उधर आ गया बंदा, अपना एजेंट उधर आया. क्यों में जाएंगे या इस तरफ जाएंगे? इधर से ना क्यों में ना सर, क्यों में जाना पड़ेगा ना? नहीं, राइट साइड बोल रहे എന്നാ പറയുന്നവര്? നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഓരോരുത്തരും അപ്പൊ നിങ്ങൾ കയറിക്കോ. ഞങ്ങൾ പുറകെ രാജേഷ് സാറ്,
ഒരു തീർന്നു. അവിടെ ഗൈഡ് വന്നു, അവിടെ ഓക്കെ ആയി. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. അതോടെ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി 10 കിലോമീറ്റർ കഴിഞ്ഞാൽ വീഡിയോ ഉള്ളൂ. അതെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടി എടുക്കാം, ഓരോന്നോരോന്ന് കയറട്ടാ. ആണോ? നമ്മളെങ്ങനെ പോകുന്നത് ഗൈസ്? അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രൂപ്പായിട്ട്, അതായത് അവസാനം ആ പുള്ളിക്കാരനാണ്. ഫസ്റ്റ് ഈ വണ്ടിക്കാരൻ പോവും, സെക്കൻഡ് സായിപ്പ് പോവും, മൂന്നാമത് ഈ ബൈക്കാരൻ പോവും, നാലാമതാണ് നമ്മൾ, അഞ്ചാമത് ആ പുള്ളിക്കാരൻ. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കട്ടെ, ക്യൂ ആയിട്ട്. അതാണ് ഫസ്റ്റ് വണ്ടി പോയി, അതാണ് സെക്കൻഡ് വണ്ടി പോയി. ഇനിയും അത് കഴിഞ്ഞ് ബൈക്ക് പോകണം. ബൈക്ക് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയാണ് പോകേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി കയറും കേട്ടോ. ഓ കാഴ്ച ഇനി ഇവിടം വരെ വീഡിയോ ഉള്ളൂ. വീഡിയോ കഴിയാൻ വേണ്ടി പോവാണ്. അങ്ങോട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. സാധനം ക്യൂ നമ്മൾ ഓരോ വണ്ടികൾ. ഇനി നമ്മുടെ വണ്ടി അടുപ്പിക്കും കേട്ടോ. നമ്മുടെ വണ്ടി അടുപ്പിച്ചു. അതാ അവസാനമുള്ള വണ്ടി പോയി. ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ചൈനയുടെ സൈഡിലാണ്. ഞങ്ങളെ അവർ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ.